ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് ആണ്. അപ്പോൾ പാർട്ടിക്കിൾ ഇൻ എ ബോക്സിൽ മുമ്പ് പറഞ്ഞതൊക്കെ ഒന്നുകൂടി പറയുന്നു. എങ്ങനെയാണ് അതിൻ്റെ ഒരു ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഉണ്ടാക്കുക, അതിൻ്റെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ സൊല്യൂഷനായ വേവ് ഫംഗ്ഷൻ എന്തായിരിക്കും, അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് എനർജി ക്വാണ്ടൈസേഷനിലേക്ക് പോവുക. അങ്ങനെ നമ്മൾ അതിൻ്റെ നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ പഠിച്ചു. പിന്നെ അതിൽ നിന്ന് നമ്മൾ വേവ് ഫംഗ്ഷനും പ്രോബബിലിറ്റി ഡെൻസിറ്റിയും പഠിച്ചു. അതിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റിയിൽ ഒരു കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ പറയാൻ വിട്ടുപോയി. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ് നമ്മൾ എടുത്ത് നോക്കാമെന്ന് വിചാരിക്കുക. അതായത് φ1 എന്ന് പറയുന്ന സ്റ്റേറ്റ്, അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് φ1² ആണ്. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി കാണുമ്പോൾ നമുക്കറിയാം അത് ആ ബോക്സിൻ്റെ സെൻറ്ററിലാണ് അത് കാണാനുള്ള പ്രോബബിലിറ്റി കൂടുതൽ. മറ്റ് സ്ഥലങ്ങളിൽ അത് കുറവാണ്. ഈ സൈഡിലേക്ക് എത്തുമ്പോഴേക്കും അതിൻ്റെ പ്രോബബിലിറ്റി 0 ആകും. പക്ഷേ രണ്ടാമത്തെ വേവ് ഫംഗ്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിലോ, ആ പാർട്ടിക്കിൾ ആ ബോക്സിൻ്റെ സെൻറ്ററിൽ കാണാനുള്ള പ്രോബബിലിറ്റി 0 ആണ്. അതിൻ്റെ 1/4 3/4 മാക്സിമം പ്രോബബിലിറ്റി ഉള്ളത്. അതുപോലെ തന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ് എടുത്ത് നോക്കുകയാണെങ്കിലോ, അപ്പോൾ ആ പാർട്ടിക്കിൾ ഈ 1/3 പൊസിഷനിലും 2/3 പൊസിഷനിലും കാണാനുള്ള പ്രോബബിലിറ്റി 0 ആണ്. മറ്റ് പല സ്ഥലങ്ങളിലാണ് മാക്സിമം പ്രോബബിലിറ്റി കാണുന്നത്. അപ്പോൾ നമ്മൾ വേവ് ഫംഗ്ഷൻ സോൾവ് ചെയ്ത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്കലി നമ്മളൊരു പാർട്ടിക്കിളിൻ്റെ ഈ ബോക്സിൻ്റെ ഉള്ളിൽ കാണാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും ബോക്സിൻ്റെ ഉള്ളിൽ എല്ലായിടത്തും ഒരേ പ്രോബബിലിറ്റി അല്ല. ആ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. അതും ഓരോ എനർജി സ്റ്റേറ്റിനും പ്രോബബിലിറ്റി, ഓരോ സ്ഥലത്തുള്ള പ്രോബബിലിറ്റി വീണ്ടും വ്യത്യസ്തമാണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറയാൻ വിട്ടുപോയി. അപ്പോൾ അത് ഒന്ന് കഴിഞ്ഞതിലേക്കൊന്ന് ചേർക്കുക. നോട്ട് എഴുതുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ നോട്ടിലേക്കൊന്ന് എഴുതി ചേർക്കുക. ആൻഡ് now we are going to study about the momentum of that particle. ആ പാർട്ടിക്കിൾ അതല്ലെങ്കിൽ പാർട്ടിക്കിൾ ബോക്സിൻ്റെ ഉള്ളിൽ നിൽക്കുന്നു. അപ്പോൾ ആ ബോക്സിൻ്റെ ഉള്ളിൽ ഉള്ള പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റം എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം. ആൻഡ് വി ഹാവ് സോ മെനി മെത്തേഡ്സ് ടു ഫൈൻഡ് ദ മൊമെൻറ്റം. അതിൽ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് എന്ന് വെച്ചാൽ വി ക്യാൻ ഫൈൻഡ് ദ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് മൊമെൻറ്റം. യു നോ ഹൗ ടു ഫൈൻഡ് ദ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് മൊമെൻറ്റം. ദാറ്റ് ഈസ് ഈക്വൽ ടു -∞ to +∞ psi star ഓപ്പറേറ്റർ p psi dx. ഇങ്ങനെയാണ് ഏതൊരു ഓപ്പറേറ്റർ ആണെങ്കിലും, മൊമെൻറ്റം ഓപ്പറേറ്റർ ആണെങ്കിൽ മൊമെൻറ്റം ഓപ്പറേറ്റർ p ക്യാപ്പ് ആണെങ്കിൽ മൊമെൻറ്റത്തിൻ്റെ എക്സ്പെക്ടേഷൻ വാല്യൂ കണ്ടുപിടിക്കുക ഇങ്ങനെയാണ്. സോ ഹിയർ വി നോ വാട്ട് ഈസ് ദ momentum operator, that p cap equal to -i h cut d by dx. So here we know what is psi, that psi of n is equal to √2 by L sin n pi x by L. So I am substituting the value of psi star and p cap here. Psi ഉം psi star ഉം ഇവിടെ ഒന്ന് തന്നെയാണ്, because that is a real quantity. So we can write that is equal to, and here the പാർട്ടിക്കിളിൻ്റെ അല്ലെങ്കിൽ ഈ പാർട്ടിക്കിളിൻ്റെ ബോക്സിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് we know the particle will exist from 0 to L. So we can write the limit as lower limit as 0 and upper limit as L. So we can write the expectation value of P as integral 0 to L √2 by L sin n pi by x into moment operator ഞാൻ ഇവിടെ എഴുതി -i h cut d by dx √2 by L sin n pi x L എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മളതിനെ ചെയ്യുകയാണ് എന്താണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ എക്സ്പെക്ടേഷൻ വാല്യൂ പി എന്ന് പറയുമ്പോൾ അതിലെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ടൈംസിനെയൊക്കെ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. -i h കട്ട് പുറത്തേക്ക് എടുക്കുന്നു. √2 by L ഉണ്ട്, √2 by L ഉണ്ട്. അപ്പോൾ √2 by L into 2 by L 2 by L ഞാൻ പുറത്തെടുക്കുന്നു. സോ വി ക്യാൻ റൈറ്റ് ദിസ് ലൈക്ക് ദിസ്. പിന്നെ നമ്മളതിനെ എന്ത് ചെയ്യുന്നു, ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ആ 2 ഉള്ള ഒരു 2നെ ഞാൻ ഉള്ളിലേക്ക് എടുത്തു. അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. sin n pi x d by dx ഓഫ് sin n pi x by L. അപ്പോൾ ഈ sin n pi x നെ നമ്മളൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ sin a x എന്ന ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് a ഇൻറ്റു കോസ് എക്സ് ആണെന്ന് പറയാം. അപ്പോൾ ഇവിടുത്തെ a എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു n pi by L. ആ n pi by L ഞാൻ ഇവിടെ എഴുതി. ദെൻ ഐ ആം ഡിഫറൻഷ്യേറ്റിംഗ് ദിസ് സൈൻ. ദെൻ വി വിൽ ഗെറ്റ് കോസ് n pi by x L എന്ന് നമുക്ക് കിട്ടും. സോ ഹിയർ വി വിൽ ഗെറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു -i h cut by L n pi by L integral 0 to L 2 sin n pi x by L cos n pi x by L. 2 sin theta cos theta എന്ന് പറയുന്നത് sin 2 theta ആണ്. സോ ഐ ആം റീറൈറ്റിംഗ് ദിസ് ലൈക്ക് ദിസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു -i h cut by L n pi by L integral 0 to L sin 2n pi x by L dx നമുക്ക് എഴുതാം. So here I am going to integrate it. നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ sin ax നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുക -cos ax ഡിവൈഡഡ് ബൈ a ആകും എന്ന് നമുക്കറിയാം. ഇവിടെ a എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് 2n pi by L ആണ്. സോ ബൈ ഇൻ്റഗ്രേറ്റിംഗ് വി വിൽ ഗെറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു
minus IH cut by L, n pi by L, L divided by 2n pi. On integrating, and minus cos 2 n pi x by L. And I am giving upper limit and lower limit here. Here the upper limit is L and lower limit is 0. So by giving the upper limit, what we will get? Sorry. Okay. Just I am giving the upper limit. Upper limit എന്ന് പറയുന്നത് L ആണ്. So for x I am giving L. അപ്പോൾ x L that will cancel each other. So we will get cos 2n pi എന്ന് കിട്ടും. ഇപ്പോൾ ഈ മൈനസിൻ്റെ മൈനസ് പുറത്തേക്ക് എടുത്തു, അത് ക്യാൻസലായി. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ IH cut by L, n pi by L, L by 2n pi എന്ന് നമ്മൾ എഴുതിയത്. അപ്പോൾ ഇവിടെ cos 2n pi കിട്ടി. അതുപോലെ എക്സിന് 0 എന്ന് കൊടുക്കുമ്പോൾ cos 0 എന്ന് കിട്ടും. cos 2n pi എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം 1 ആണ്. cos 0യും 1 ആണ്. So 1 minus 1 that is equal to 0. So that means we will get the expectation value of momentum as 0. അപ്പോൾ അതിലെന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലേ? മൊമെൻറ്റം ഇല്ലാതിരിക്കുക എന്ന് പറയുന്നതിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ട്. ദാറ്റ് ഇസ് നോട്ട് എ പ്രോബ്ലം. എക്സ്പെക്ടേഷൻ വാല്യൂ എന്ന് വെച്ചാൽ ആവറേജ് വാല്യൂ ആണ്. ആവറേജ് വാല്യൂ ഓഫ് മൊമെൻറ്റം ഈസ് 0 എന്നാണ് നമുക്ക് എന്ന് കിട്ടുക. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതേ മൊമെൻറ്റം തന്നെ നമുക്ക് മറ്റൊരു തരത്തിൽ കണ്ടുപിടിക്കാം. എനർജിയിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ മൊമെൻറ്റം കണ്ടുപിടിക്കാം. മൊമെൻറ്റം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എനർജിയിൽ നിന്ന് കണ്ടുപിടിക്കാം. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് നമുക്ക് p² ഡിവൈഡഡ് ബൈ 2m ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അവിടെ നിന്ന് മൊമെൻറ്റം എന്ന് പറയുന്നത് നമുക്ക് √2m ഇൻറ്റു കൈനറ്റിക് എനർജി എന്ന് പറയാം. അപ്പോൾ ഇവിടുത്തെ പാർട്ടിക്കിളിന് ടോട്ടൽ എനർജി എന്ന് പറയുന്ന കൈനറ്റിക് എനർജി മാത്രമാണ്. പൊട്ടൻഷ്യൽ എനർജി ഇവിടെ 0 ആണ്. ഇൻസൈഡ് ദാറ്റ് ബോക്സ് പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. അപ്പോൾ കൈനറ്റിക് എനർജിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ടോട്ടൽ എനർജി നമുക്ക് ഉപയോഗിക്കാം. സോ ദാറ്റ് p I can write that is equal to square root of that one, that is equal to square root എന്ന് പറയുമ്പോൾ പ്ലസ് സ്ക്വയർ റൂട്ട് വരാം, മൈനസ് സ്ക്വയർ റൂട്ട് വരാം. So that momentum we will get, that is equal to plus or minus √2m into En. We can write like that, isn't it? So I am going to substitute the value of 2m into En here. 2m into En എന്താണെന്ന് നമുക്ക് വേണമെങ്കിൽ കുറച്ച് മുന്നിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാം. It is here that 2m E എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാം. 2m E എന്ന് പറയുന്നത് നമുക്കിവിടെ from here we will get what is that 2m into E. So by that one I can write that 2m into E as n pi h cut divided by L. അപ്പോൾ അവിടുന്ന് നമുക്ക് എന്ത് പറയാം? 2m into E എന്ന് പറയുന്നത് n pi h cut divided by L ആണ് എന്ന് നമുക്കിവിടെ സ്ഥാപിച്ചെടുക്കാം. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്ത് പറയാം? that p is equal to plus or minus n pi h cut by L. അതായത് ഒന്നും കൂടി പിന്നോട്ട് പോകുന്നു. E എന്ന് പറയുന്നത് നമുക്കിവിടെ അറിയാം. En എന്ന് പറയുന്നത് we got that En as n square h cut square pi square by 2m L square എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? √2m into E എന്താണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ √2m into E എന്ന് പറയുന്നത് ആ En വാല്യൂ നമ്മൾക്ക് നേരെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ we will get what is the value of this √2m into En. അപ്പോൾ അങ്ങനെ അതിനെ കണ്ടുപിടിച്ചു. അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തു, √2m En എടുത്തു. So we will get that is equal to n pi h cut by L. So the momentum P is equal to plus or minus n pi h cut by L അല്ലേ? അപ്പോൾ പി എന്ന് പറയുന്നത് പ്ലസ് എൻ പൈ എച്ച് കട്ട് ബൈ എൽ വരും, മൈനസ് എൻ പൈ എച്ച് കട്ട് ബൈ എൽ വരും. സോ ദ ആവറേജ് വാല്യൂ ഓഫ് മൊമെൻറ്റം വി ക്യാൻ റൈറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു പ്ലസിൻ്റെയും മൈനസിൻ്റെയും കൂടി ആവറേജ് എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എടുക്കാം? 0 ആയിട്ട് എടുക്കാം. അതിൻ്റെ അർത്ഥം എന്താണ്? പാർട്ടിക്കിളിന് മൊമെൻറ്റം ഇല്ല എന്നല്ല. പാർട്ടിക്കിൾസ് ആർ മൂവിങ് ഇൻ ഫോർവേഡ് ഡിറക്ഷൻ ആൻഡ് ഇൻ ബാക്ക്വേർഡ് ഡിറക്ഷൻ. ദാറ്റ് ദ പാർട്ടിക്കിൾ ബാക്ക്വേർഡായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്, ഫോർവേഡായിട്ടും മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് തരത്തിൽ മൂവ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും അതിൻ്റെ രണ്ടിൻ്റെയും കൂടി ആവറേജ് മൊമെൻറ്റം എടുക്കുമ്പോൾ വി ആർ ഗെറ്റിംഗ് ദ വാല്യൂ 0. So that is what we are going to find here. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്നത് 0 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ? പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഫ്രണ്ടിലേക്കും പോകുന്നുണ്ട്, ബാക്കിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിലേക്ക് പോകുന്ന പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റവും ബാക്കിലേക്ക് പോകുന്ന പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റവും കൂടി അതിൻ്റെ ആവറേജ് വാല്യൂ ആയിട്ട് എടുക്കുകയാണെങ്കിൽ we will get the value as 0. സോ അപ്പോൾ ഉള്ള പ്രശ്നം എന്താ? അപ്പോൾ ഫ്രണ്ടിലേക്ക് പോകുന്നതിൻ്റെയും ബാക്കിലേക്ക് പോകുന്നതിനും കൂടി ആവറേജ് വാല്യൂ നമുക്ക് 0 ആയിട്ട് പറയാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ടിലേക്ക് പോകുന്നതിൻ്റെ മാത്രം മൊമെൻറ്റം കണ്ടുപിടിക്കണമെങ്കിലോ അത് ഈ എക്സ്പെക്ടേഷൻ വാല്യൂവിൽ നിന്ന് നമുക്ക് നടക്കില്ല. അതായത് ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് ഫ്രണ്ടിലേക്ക് പോകുന്നതുകൊണ്ട് ബാക്കിലേക്ക് പോകുന്നുണ്ട്. അതിൻ്റെ രണ്ടിൻ്റെയും കൂടി ആവറേജ് എടുത്തു കഴിഞ്ഞാൽ 0 ആണ്. ദാറ്റ്സ് ഓക്കെ, നോട്ട് എ പ്രോബ്ലം. ബട്ട് ഹിയർ വാട്ട് വി നീഡ് ദ മൊമെൻറ്റം ഓഫ് ഫോർഗോയിങ് പാർട്ടിക്കിൾ. സിമിലർലി വി നീഡ് ദ മൊമെൻറ്റം ഓഫ് ബാക്ക്വേർഡ് ഗോയിങ് പാർട്ടിക്കിൾ. മുന്നിലേക്ക് പോകുന്ന പാർട്ടിക്കിളിൻ്റെ മാത്രം മൊമെൻറ്റം എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ബാക്കിലോട്ട് പോകുന്ന പാർട്ടിക്കിളിൻ്റെ മാത്രം മൊമെൻറ്റം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അത് ഇതിൽ നിന്നും ഇപ്പോൾ എന്തായാലും കാണാൻ ബുദ്ധിമുട്ടാണ്. കാരണം എക്സ്പെക്ടേഷൻ വാല്യൂവിൽ നിന്ന് നമുക്ക് ആവറേജ് വാല്യൂ മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഐഗൻ വാല്യൂ ഇക്വേഷൻ്റെ ഒരു സഹായം തേടുകയാണ്.
നമുക്കറിയാം ഐഗൻ വാല്യൂ ഇക്വേഷൻ എന്താണെന്ന്. ഐഗൻ വാല്യൂ ഇക്വേഷൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ഐഗൻ വാല്യൂ ഇക്വേഷൻ? പി എന്ന് പറയുന്ന ഓപ്പറേറ്ററിന് പി എന്ന് പറയുന്ന ഫിസിക്കൽ ഒബ്സർവബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറേറ്റർ സപ്പോസ് ലെറ്റ് ദാറ്റ് ഈസ് പി ക്യാപ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി നോ ദ ഐഗൻ വാല്യൂ ഇക്വേഷൻ പി ക്യാപ് സൈ എൻ ഈക്വൽ ടു പി എൻ ഇൻറ്റു സൈ എൻ. അപ്പോൾ ഇവിടെ പി എൻ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. പി എൻ ഈസ് നത്തിങ് ബട്ട് ദ ഐഗൻ വാല്യൂ ആൻഡ് സൈ എൻ എന്ന് പറയുന്നത് അതിൻ്റെ ഐഗൻ ഫംഗ്ഷനാണ്. പി ക്യാപ് എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പറേറ്ററാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? ഈ പറഞ്ഞ ഐഗൻ വാല്യൂ കിട്ടണം. അപ്പോൾ ഐഗൻ വാല്യൂ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് അതിൻ്റെ മൊമെൻ്റം ആണെന്ന് പറയാൻ പറ്റും. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 ക്ലാസ് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു, ഐഗൻ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ഒബ്സർവബിളിൻ്റെ ഐഗൻ വാല്യൂ എന്ന് പറയുന്നതായിരിക്കും. നമ്മൾ വലിയൊരു ഡൈനാമിക്കൽ ക്വാണ്ടിറ്റിയുടെ ഐഗൻ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ കാണുന്ന ഫിസിക്കൽ ഒബ്സർവബിൾ ആയിരിക്കും. അതായത് ഒരു പാർട്ടിക്കിളിൻ്റെ മൊമെൻ്റം എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഐഗൻ ഫംഗ്ഷൻ ആണുള്ളതെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ അതിൻ്റെ മുകളിൽ നടത്തുമ്പോൾ നമുക്കൊരു ഐഗൻ വാല്യൂ കിട്ടുകയാണെങ്കിൽ ആ ഐഗൻ വാല്യൂ ആയിരിക്കും നമ്മൾ ഫിസിക്കലി ഒബ്സർവ് ചെയ്യുന്ന മൊമെൻ്റം. അപ്പോൾ അതൊന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ പി ക്യാപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം എന്താണ്? മൈനസ് ഐ എച്ച് കട്ട് ഓ എക്സ് ആണ്. സൈ എൻ എന്താണ് എന്ന് നമ്മൾ കുറച്ച് നേരത്തെ കണ്ടുപിടിച്ചു. √2/L സൈൻ എൻ പൈ എക്സ് ബൈ എൽ ആണ്. അപ്പോൾ ഞാനത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു d/dx ഓഫ് √2/L സൈൻ എൻ പൈ എക്സ് ബൈ എൽ. അപ്പോൾ ഇവിടെ √2/L ഒരു കോൺസ്റ്റന്റ് ആണെന്ന് പുറത്തെടുത്തു. സൈൻ എൻ പൈ എക്സ് ബൈ എല്ലിനെ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുക എൻ പൈ ബൈ എൽ ഇൻറ്റു കോസ് എൻ പൈ എക്സ് ബൈ എൽ ആണ്. അതായത് ടോട്ടലി നമുക്ക് കിട്ടുന്നത് മൈനസ് ഐ എച്ച് കട്ട് എൻ പൈ ബൈ എൽ √2/L കോസ് എൻ പൈ എക്സ് ബൈ എൽ. ഇറ്റ് ഈസ് ദ പി ക്യാപ് സൈ എൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാവുന്ന ഒരു പ്രശ്നം എന്താ? സൈ എൻ എന്ന് പറയുന്നത് എന്താ? √2/L സൈൻ എൻ പൈ എക്സ് ബൈ എൽ ആണ്. പക്ഷേ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് എന്താ? √2L ഇൻറ്റു കോസ് എൻ പൈ എക്സ് ബൈ എൽ ആണ്. അതായത് നമുക്ക് എന്ത് പറയാം? ഐഗൻ വാല്യൂ ഇക്വേഷനിൽ നമുക്ക് കിട്ടേണ്ടത് എന്താ? പി ക്യാപ് എന്ന് പറയുന്ന മൊമെൻ്റം ഓപ്പറേറ്റർ സൈ എൻ എന്ന് പറയുന്ന ഐഗൻ ഫംഗ്ഷൻ്റെ മുകളിലേക്ക് ആക്ട് ചെയ്യുമ്പോൾ പി എൻ എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു നമ്പറും പിന്നെ ആ സൈ എൻ എന്ന് പറയുന്ന ഐഗൻ ഫംഗ്ഷൻ അതേപോലെ കിട്ടുകയും വേണം. ബട്ട് വി ആർ നോട്ട് ഗെറ്റിംഗ് ദാറ്റ് ഹിയർ, ഇസ്ന്റ് ഇറ്റ്? ബിക്കോസ് ഹിയർ സൈ എൻ എന്ന് പറയുന്നത് √2/L സൈൻ എൻ പൈ എക്സ് ബൈ എൽ ആണ്. പക്ഷേ ഇവിടെ നമുക്ക് ആ √2/L ഇൻറ്റു സൈൻ എൻ പൈ ബൈ എക്സ് എന്ന് പറയുന്ന ഒരു ടേം നമുക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? കോസ് ടേമിലൊരു സാധനമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് എന്ത് പറയാം? √2/L സൈൻ എൻ പൈ എക്സ് ബൈ എൽ എന്ന് പറയുന്നത് എന്തല്ല എന്ന് നമുക്ക് പറയാം. ഇറ്റ് ഈസ് നോട്ട് എൻ ഐഗൻ ഫംഗ്ഷൻ ഓഫ് മൊമെൻ്റം ഓപ്പറേറ്റർ എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താ? ഈ √2/L സൈൻ എൻ പൈ എക്സ് ബൈ എൽ എന്ന് പറയുന്നത് ഒരു ഐഗൻ ഫംഗ്ഷൻ ആയിരുന്നു. ആരുടെ ഐഗൻ ഫംഗ്ഷൻ? എനർജിയുടെ ഐഗൻ ഫംഗ്ഷൻ ആയിരുന്നു. ബട്ട് ഫ്രം ദിസ് ഇക്വേഷൻ വി ക്യാൻ സേ ദാറ്റ് √2/L ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഈസ് നോട്ട് എൻ ഐഗൻ ഫംഗ്ഷൻ ഓഫ് മൊമെൻ്റം ഓപ്പറേറ്റർ. അപ്പോൾ ഇത് അതിൻ്റെ ഐഗൻ ഫംഗ്ഷൻ അല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ ഐഗൻ ഫംഗ്ഷൻ വെച്ചിട്ട് വി ക്യാനോട്ട് ഫൈൻഡ് ദ ഐഗൻ വാല്യൂ. അപ്പോൾ നമുക്കതിൻ്റെ ഐഗൻ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഫിസിക്കൽ ഒബ്സർവബിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. സോ വാട്ട് വി ക്യാൻ സേ ദാറ്റ് ഹിയർ ഫ്രം ദിസ് mathematical calculation we can find that √2/L sin n pi x by L, that means which is the eigen function of energy. അതൊരിക്കലും എന്തിൻ്റെ ഐഗൻ ഫംഗ്ഷൻ അല്ല എന്ന് പറയേണ്ടി വരും? മൊമെൻ്റം ഓപ്പറേറ്ററിൻ്റെ ഐഗൻ ഫംഗ്ഷൻ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ മൊമെൻ്റം ഓപ്പറേറ്ററിന് മറ്റേതോ ഒരു ഐഗൻ ഫംഗ്ഷൻ ഉണ്ട്. ആ ഐഗൻ ഫംഗ്ഷൻ ഏതാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ സൈൻ തീറ്റ എന്ന് പറയുന്നതിന് നമുക്ക് എന്ത് എഴുതാൻ അറിയാം? വി നോ ഹൗ ടു റൈറ്റ് ദ സൈൻ തീറ്റ. സൈൻ തീറ്റ എന്ന് പറയുന്നത് e raised to i theta minus e raised to i theta minus e raised to minus i theta ആണ്. ഒന്ന് എഴുതുമ്പോൾ ഒന്ന് ഇത് ചെയ്യുക, എന്തോ ടൈപ്പിംഗ് എറർ എന്തോ വന്നതാണ്. സോറി ഫോർ ദാറ്റ്, എക്സ്ട്രീംലി സോറി ഫോർ ദാറ്റ്. e raised to i theta minus e raised to minus i theta divided by 2i. ഇതാണ് നമ്മുടെ സൈൻ തീറ്റ എന്ന് പറയുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇയാളെ എങ്ങനെ എഴുതാം? √2/L സൈൻ എൻ പൈ എക്സ് ബൈ എല്ലിനെ നമുക്ക് എങ്ങനെ എഴുതാം? അയാളെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, √2/L അയാൾ അവിടെ വെച്ചിട്ട് തീറ്റ എന്ന് പറയുന്നത് അവിടെ എൻ പൈ എക്സ് ബൈ എൽ ആണ് അല്ലേ? e raised to i n pi x by L minus e raised to minus n pi x by L divided by 2a എന്ന് നമുക്ക് എഴുതാം. എഴുതിക്കൂടെ? അതായത് നമുക്ക് എന്ത് പറയാം? ഈ പറഞ്ഞ ഈ √2/L സൈൻ എൻ പൈ എക്സ് ബൈ എൽ എന്ന് പറയുന്ന ആ എനർജി ഐഗൻ ഫംഗ്ഷനെ നമുക്ക് എങ്ങനെ എഴുതാം? √1/2i √2/L e raised to i n pi x by L ൻ്റെയും 1/2i √2/L e raised to minus n pi x by L ൻ്റെയും
കോമ്പിനേഷൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എഴുതാം. എഴുതിക്കൂടെ? അതായത് സൈ എൻ പ്ലസ് മൈനസ് സൈ എൻ മൈനസ് 1 എന്ന് വെച്ചാൽ നമുക്ക് എന്ത് തന്നെയാണ് കിട്ടുക? സൈ എൻ തന്നെയാണ് കിട്ടുക. അതായത് ഈ സൈ എൻ പ്ലസും ഈ സൈ എൻ മൈനസ് അത് രണ്ടും കൂടി കൂട്ടിയാൽ എന്താ കിട്ടുക? 1/2a അത് പുറത്തേക്ക് എടുക്കാൻ പറ്റും. പിന്നെ എന്താ എടുക്കുക? √2/l അത് പുറത്തേക്ക് എടുക്കാൻ പറ്റും. പിന്നെ എന്താ കിട്ടുക? e⁻⁴ പ്ലസ് e⁻⁻⁴. ഇപ്പോൾ e⁻⁴ ഉം മൈനസ് e⁻⁻⁴ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബൈ 2a കൂട്ടിയാൽ നമുക്ക് എന്താ കിട്ടുക? sin nπx/l isn't it? അതായത് സൈ എൻ പ്ലസും സൈ എൻ മൈനസും കൂട്ടിക്കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് വാട്ട്? ഈ √2/l sin nπx/l എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അതായത് ഹിയർ വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഈസ് ആ ഐഗൻ ഫംഗ്ഷനെ ഞാൻ ഈ രണ്ട് ഐഗൻ ഫംഗ്ഷൻ്റെയും കോമ്പിനേഷൻ ആക്കി എഴുതുന്നു. 1/2a √2l ബൈ e⁻⁴ ആൻഡ് സൈ എൻ മൈനസ് എന്ന് പറയുന്ന 1/2a √2/l e⁻⁴ എന്നെഴുതി. അപ്പോൾ തൽക്കാലം നമ്മളൊന്ന് അസ്യൂം ചെയ്യാണ് ഈ സൈ എൻ പ്ലസ് എന്ന് പറയുന്നതും സൈ എൻ മൈനസ് എന്ന് പറയുന്നതും ഈ മൊമെൻറ്റം ഓപ്പറേറ്ററിൻ്റെ ഐഗൻ ഫംഗ്ഷൻ ആയിരുന്നു എന്ന് നമ്മളൊന്ന് അസ്യൂം ചെയ്യാണ്. അസ്യൂം ചെയ്തിട്ട് നമുക്ക് ഈ ഇക്വേഷനിലേക്ക് ഇട്ട് നോക്കാം. ആ ഇക്വേഷനിലേക്ക് ഇട്ട് ഇക്വേഷൻ ശരിയാകുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഐഗൻ ഫംഗ്ഷൻ ആണെന്ന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? പി ക്യാപ് സൈ എൻ പ്ലസ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. പി ക്യാപ് സൈ എൻ പ്ലസ് എന്ന് പറയുമ്പോൾ എന്താണ്? മൈനസ് ഐ എച്ച് കട്ട് ഡി ബൈ ഡി എക്സ് 1/2a √2/l e⁻⁴ എന്നായിരിക്കും നമുക്ക് കിട്ടുക അല്ലേ? അപ്പോൾ ഇവിടെ ഇതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഈ 1/2നെ എനിക്ക് പുറത്തേക്ക് എടുക്കാം, √2/lനെ എനിക്ക് പുറത്തേക്ക് എടുക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് e⁻⁴ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? i⁻⁴ e⁻⁴ ആയിരിക്കും അല്ലേ? e⁻a⁵ ഡിഫറൻഷ്യൽ എന്ന് വെച്ചാൽ എന്താ? a e⁻a⁵ isn't it? അപ്പോൾ ഇവിടെയുള്ള a എന്ന് പറയുന്ന കോൺസ്റ്റന്റ് എന്താണ്? കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ എന്താണ്? i⁻n⁻l ആണ് isn't it? സോ ഐ ക്യാൻ റൈറ്റ് i⁻ ഇൻറ്റു i⁻l ഇൻറ്റു 1/2a √2/l e⁻⁴ എന്ന് എഴുതാം. അതിൽ ഈ 1/2a √2/l e⁻⁴ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? സൈ എൻ പ്ലസ് തന്നെയാണ്. ബാക്കി ഈ മൈനസ് ഐ എച്ച് കട്ടും ഇവിടെയുള്ള i⁻n⁻l കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എന്താ കിട്ടുക? മൈനസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. i ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ i² ആയിരിക്കും. i² എന്ന് വെച്ചാൽ -1 ആണ്. -1 ഇൻറ്റു -1 1 ആയി. ഇവിടെ ഒരു എച്ച് കട്ട് ഉണ്ട്, ഇവിടെ ഒരു nπ/l ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? nπh⁻l അല്ലേ? ബാക്കി സാധനം എന്ത് തന്നെയാണ്? 1/2a √2/l e⁻⁴ തന്നെയാണ്. അത് എന്ത് തന്നെയാണ്? ഈ സൈ എൻ പ്ലസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റും? പി ക്യാപ് എന്ന് പറയുന്ന മൊമെൻറ്റം ഓപ്പറേറ്റർ സൈ എൻ പ്ലസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ്റെ മുകളിൽ ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ? nπh⁻l ഇൻറ്റു സൈ എൻ പ്ലസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? സൈ എൻ പ്ലസ് എന്ന് പറയുന്നത് എന്താണ് എന്ന് പറയാൻ പറ്റും? ദാറ്റ് ഈസ് ദ ഐഗൻ ഫംഗ്ഷൻ ഓഫ് ദ മൊമെൻറ്റം ഓപ്പറേറ്റർ എന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പി ക്യാപ് സൈ എൻ പ്ലസ് എന്ന് പറയുന്ന പി എൻ പ്ലസ് സൈ എൻ പ്ലസ് എന്ന് എഴുതി കഴിഞ്ഞാൽ ആ മൊമെൻറ്റം ഓപ്പറേറ്ററായ പി എൻ പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മൊമെൻറ്റം ഐഗൻ ഫംഗ്ഷനായ പി എൻ പ്ലസ് എന്ന് പറഞ്ഞാൽ വി ക്യാൻ റൈറ്റ് ദാറ്റ് ഈക്വൽ ടു nπh⁻l. അതുപോലെ തന്നെ ഐ ആം അപ്ലൈയിങ് ദിസ് പി ക്യാപ് ഓപ്പറേറ്റർ ഓൺ ദ ഐഗൻ ഫംഗ്ഷൻ സൈ എൻ മൈനസ്. അപ്പോൾ സൈ എൻ മൈനസിൻ്റെ മുകളിൽ ആക്ട് ചെയ്താൽ നമുക്ക് കിട്ടേണ്ടത് ഇതൊരു ഐഗൻ ഫംഗ്ഷൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടേണ്ടത് എന്തായിരുന്നു? പി എൻ മൈനസ് എന്ന് പറയുന്ന ഐഗൻ വാല്യൂ സൈ എൻ മൈനസ് എന്ന് പറയുന്ന ഐഗൻ ഫംഗ്ഷൻ കിട്ടും. ഇത് അതുപോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുന്നു. -i⁻⁻ അതായത് പി എന്ന് പറയുന്ന ഓപ്പറേറ്റർ, പി ക്യാപ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ ആക്ട് ചെയ്യുന്നു. -i⁻⁻ ഡി ബൈ ഡി എക്സ് 1/2a √2/l e⁻⁻⁴ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ജസ്റ്റ് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കുക. ദെൻ വി വിൽ ഗെറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു -nπh⁻l സൈ എൻ മൈനസ് എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? പി ക്യാപ് if it is acting on the eigen function psi n minus, we will get an eigen value minus nπh⁻l then the eigen function psi n minus. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? പി എൻ മൈനസ് എന്ന് പറയുന്ന ഐഗൻ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? -nπh⁻l അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് രണ്ട് കാര്യം മനസ്സിലാക്കാൻ പറ്റുക. അതായത് മുന്നോട്ട് പോകുന്ന പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് nπh⁻l ആണെന്ന് പറയാം. പിന്നിലോട്ട് പോകുന്ന പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് -nπh⁻l ആണെന്ന് പറയാം. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ആവറേജ് വാല്യൂ എടുത്താൽ നമുക്ക് എന്ത് തന്നെ കിട്ടും? നമുക്ക് മുമ്പ് കിട്ടിയ എക്സ്പെക്റ്റേഷൻ വാല്യൂ കിട്ടിയപ്പോൾ നമുക്ക് കിട്ടിയ 0 തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ മൊമെൻറ്റം ഓഫ് എ പാർട്ടിക്കിൾ ഇൻ ബോക്സ്. പാർട്ടിക്കിൾ ഇൻ എ ബോക്സിൻ്റെ മൊമെൻറ്റമാണ് നമ്മളിവിടെ പറഞ്ഞത്. ഒന്നും കൂടി പറയുന്നു.
ഇതിൽ മൊമെൻറ്റം എന്താണെന്ന് കണ്ടുപിടിക്കാൻ മൊമെൻറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ അല്ലെങ്കിൽ ആവറേജ് വാല്യൂ 0 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ മൊമെൻറ്റത്തിൻ്റെ ഇത് ഈ പറഞ്ഞ എക്സ്പെക്റ്റേഷൻ വാല്യൂവിന് നിങ്ങൾ പണ്ട് പഠിച്ച ഇക്വേഷനിലേക്ക് ഡയറക്റ്റ് ഇട്ട് നോക്കിയപ്പോൾ നമുക്ക് മൊമെൻറ്റത്തിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ 0 കിട്ടി. അതൊരു പ്രശ്നമല്ല. പക്ഷേ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ പി എന്ന് പറയുന്നത് പക്ഷേ √2m എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്കുണ്ട്. അപ്പോൾ ആ En എന്ന് പറയുന്ന എനർജിയുടെ ഐഗൻ വാല്യൂ നമുക്കറിയാവുന്നത് കൊണ്ട് ആ എനർജിയുടെ ഐഗൻ വാല്യൂ ഇട്ട് നോക്കുമ്പോൾ നമുക്ക് രണ്ട് ഐഗൻ വാല്യൂ ആണ് മൊമെൻറ്റത്തിന് കിട്ടുന്നത്. ഒന്ന് n⁻h⁻l ഉം മറ്റൊന്ന് -n⁻h⁻l ഉം. അതായത് ഒന്ന് ഫോർ ഗോയിങ് പാർട്ടിക്കിളിൻ്റെയാണ്, മറ്റൊന്ന് ബാക്ക്വേർഡ് ഗോയിങ് പാർട്ടിക്കിളിൻ്റെയാണ്. നമ്മൾ ഐഗൻ വാല്യൂ ഇക്വേഷൻ വെച്ചിട്ടും നമ്മൾ എന്ത് ചെയ്തു, അത് കണ്ടു നോക്കിയപ്പോഴും നമുക്ക് കിട്ടിയ മൊമെൻറ്റം ഐഗൻ വാല്യൂ എന്ന് പറയുന്നത് n⁻h⁻l ഉം -n⁻h⁻l ആണ്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ മൊമെൻറ്റം ഐഗൻ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ പാർട്ടിക്കിൾ ഇൻ എ ബോക്സ് എന്ന് പറയുന്നത് ഞാൻ 3 വീഡിയോ ആയിട്ടാണ് ഇട്ടത്. ആ 3 വീഡിയോയും വൃത്തിയായിട്ട് കാണുക. അപ്പോൾ അതിൽ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്കത് ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഇത് വളരെ ക്ലിയറായി എൻ്റെ അഭിപ്രായത്തിൽ ഒരു വീഡിയോ പഠിച്ച് അടുത്ത വീഡിയോ പഠിച്ച് നിങ്ങൾ കുറച്ച് സമയമെടുത്ത് ചെയ്യുക. ഈ വീഡിയോ മാത്രം ഒരിക്കലും കാണാതിരിക്കുക. നിങ്ങളോട് ഒന്നും കൂടി പറയുന്നു, ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങളുടെ സിലബസിലുള്ള ടെക്സ്റ്റ് ബുക്കായ ആർതർ ബേസിയറുടെ മോഡേൺ ഫിസിക്സ് എന്ന് പറയുന്ന ബുക്കാണ് ഇതിൻ്റെ മെയിൻ റെഫറൻസ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ പരമാവധി അത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി ഗൈഡ് വായിക്കുകയാണെങ്കിൽ അതെങ്കിലും വായിക്കുക, ഒന്നെങ്കിലും വായിക്കുക. അല്ലാതെ വീഡിയോ മാത്രം കണ്ടുകൊണ്ട് ഒരിക്കലും ഇത് പഠിക്കാതിരിക്കുക. ഇതാണ് നിങ്ങളോട് പറയാനുള്ളത്. ബാക്കി നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ബൈ.